മണ്ഡലപൂജയ്ക്കൊരുങ്ങിയ അയ്യന്റെ സന്നിധാനം തങ്കയങ്കി ചാർത്തി ദീപാരാധന ഭക്തിസാന്ദ്രമായി തങ്കയങ്കി അണിഞ്ഞ അയ്യനെ കണ്ടു വണങ്ങാൻ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെയാണ് മണ്ഡലപൂജ നടക്കുക. കിരൺ കുമാർ ഉണ്ട് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നതിനായി. കിരൺ, വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. നാളെ മണ്ഡലപൂജ നടക്കുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ. വിഷ്ണു, ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളാണ് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് മണ്ഡലപൂജക്കായിട്ടുള്ള തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയത്. അയ്യപ്പനെ തങ്കയങ്കി ചാർത്തിയ ദീപാരാധന കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പനെ തൊഴാൻ വേണ്ടി വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതായത് കഴിഞ്ഞ ഏതാനും കുറേ മണിക്കൂറുകളായിട്ട് ഭക്തരെല്ലാം തന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് മണ്ഡല പൂജയോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കം, ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തുന്നതിലേക്ക് പ്രമാണിച്ച് മണിക്കൂറുകളോളം സന്നിധാനം അടച്ചിട്ടിരുന്നു. അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് ക്ഷേത്രം നട അടച്ചതിന് ശേഷം പിന്നീട് വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. എന്നിരുന്നാൽ പോലും ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഈ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമാണ് ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്. ഇത്രയും മണിക്കൂറുകളോളം അയ്യനെ കാണാൻ വേണ്ടി കാത്തിരുന്ന ഭക്തർക്ക് ഇനി തങ്കയങ്കി ചാർത്തിയ അയ്യനെ തൊഴാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ശബരിമലയിലുള്ളത്. നാളെയാണ് ശബരിമലയിൽ മണ്ഡലപൂജ. നാളെ രാവിലെ 10:30-ക്കും 11:30-ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. മണ്ഡലപൂജയ്ക്ക് ശേഷം നാളെ വൈകിട്ട് ഹരിവരാസനം പാടി നടയടക്കും. പിന്നീട് 30-ാം തീയതി, ഈ മാസം 30-ാം തീയതിയാണ് മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ശബരിമല നട വീണ്ടും തുറക്കുക. നാളെ ഈ മണ്ഡല ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക സമയക്രമീകരണങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. 10:30-ക്ക് മണ്ഡലപൂജയ്ക്ക് മുൻപായി തന്നെ 9:00-ഓടുകൂടി തന്നെ ക്ഷേത്രത്തിലെ നെയ്യഭിഷേകം. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. തങ്കയങ്കി ചാർത്തി ദീപാരാധന നടത്തി അതിനുശേഷം തങ്കയങ്കി ചാർത്തി അയ്യനെ കാണാൻ വൻ ഭക്തജന തിരക്കും സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിലടക്കം തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അഭൂതപൂർവമായ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. കിരൺ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.